Hi, my dear students. We are going to listen the Malayalam explanation of NCRT Class 8 English Chapter 7, A Visit to Cambridge. അപ്പോൾ നമുക്ക് എൻ്റെ മലയാളം explanation കേൾക്കാം. Before you read, this is the story of a meeting between two extraordinary people, both of them disabled or differently abled, as we now say. അപ്പൊ ഈ ഒരു ലെസൺ എന്ന് പറയുന്ന രണ്ട് എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ മനുഷ്യരുടെ ഒരു മീറ്റിങ്ങിനെ കുറിച്ചാണ്. രണ്ടുപേർക്കും ഒരു സാമ്യതയുണ്ട്. രണ്ടുപേരും ഡിസേബിൾഡ് ആണ്. ഡിസേബിൾഡ് എന്ന് പറയാൻ നമുക്കിപ്പോ പറ്റില്ല. ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന വേർഡാണ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് ശാരീരികമായി ഉള്ളവർക്ക്. സ്റ്റീഫൻ ഹോക്കിംഗ് is one of the greatest scientists of our time. അതിൽ ഫസ്റ്റ് ആൾ ആരാണ്? സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്രേറ്റസ്റ്റ് സയന്റിസ്റ്റ് ഓഫ് അവർ ടൈം അല്ലെ? വളരെ പ്രശസ്തനായ ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം മരിച്ചുപോയി. He suffers from a form of paralysis that confines him to a wheelchair. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ പാരാലിസിസ് വന്ന് സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് തളർന്നു പോയി, വീൽ ചെയറിലായിരുന്നു. ആൻഡ് അലൗസ് ഹിം ടു സ്പീക്ക് ഓൺലി ബൈ പഞ്ചിങ് ബട്ടൺസ് ഓൺ എ കമ്പ്യൂട്ടർ. അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം സ്പീക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? കുറച്ച് കമ്പ്യൂട്ടറിൽ ബട്ടൺസ് ഉണ്ട്, അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൈകൊണ്ട് ടാപ്പ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. വിച്ച് സ്പീക്സ് ഫോർ ഹിം ഇൻ എ മെഷീൻ ലൈക്ക് വോയിസ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ അദ്ദേഹത്തിന്റെ ആ ഒരു മൂവ്മെന്റ് വോയിസിന്റെ ഫോമില് മെഷീനിലൂടെ പുറത്തു വരും. അതാണ് ഫസ്റ്റ് പേഴ്സൺ. ഇനി രണ്ടാമത്തെ ആൾ ആരാണ്? ഫിർദൌസ് കങ്ക. He is a writer and a journalist who lives and works in Mumbai. അപ്പൊ സെക്കൻഡ് പേഴ്സൺ, ആ ഒരു കോൺവെർസേഷനിലുള്ള സെക്കൻഡ് പേഴ്സൺ ഫിർദൌസ് കങ്ക എന്ന് പറയുന്ന റൈറ്റർ ആണ്. അദ്ദേഹം ജേർണലിസ്റ്റ് ആണ്, മുംബൈ ബേസ്ഡ് ആണ്. കങ്ക was a born with brittle bones that tended to break easily when he was a child. അപ്പൊ കങ്കയുടെ ഫിസിക്കൽ പ്രോബ്ലം എന്താണ്? കങ്കയ്ക്ക് ബ്രിട്ടിൽ ബോൺസ് ആണ്. അതായത് ഈ നമ്മുടെ ബോൺസ് ഒക്കെ പൊടിഞ്ഞു പോകുന്ന ഒരു അസുഖമാണ്. അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും ബോൺസ്. അപ്പൊ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ചാടുമ്പോഴോ ഒക്കെ അല്ലെങ്കിൽ ഒന്ന് തട്ടിയാൽ പോലും ആ ഒരു ബോൺ ബ്രേക്ക് ചെയ്യുന്ന അസുഖമാണ്. ലൈക്ക് ഹോക്കിംഗ്, കങ്ക മൂവ്സ് അറൌണ്ട് ഇൻ എ ചെയർ. ഹോക്കിങ്ങിനെ പോലെ തന്നെ കങ്കയും വീൽ ചെയറിലാണ് നടക്കുന്നത്. The two great men exchange thoughts on what it means to live life in a wheelchair and on how the so-called normal people react to the disabled. അപ്പൊ ഇവരുടെ മീറ്റിങ്ങില് അവരുടെ വീൽ ചെയറിലുള്ള ഒരു ജേർണി അല്ലെങ്കിൽ ഒരു ലൈഫിനെ കുറിച്ച് ചിന്തകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാണ്. അതുകൂടാതെ നോർമൽ പീപ്പിൾ, അതായത് നമ്മളൊക്കെ നോർമൽ പീപ്പിൾ എന്ന് അവകാശപ്പെടുന്നു അല്ലെ? അപ്പൊ നമ്മുടെ ഡിസേബിൾഡ് പീപ്പിളിനോടുള്ള റിയാക്ഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കോൺവെർസേഷനിൽ ഫിർദൌസ് കങ്കയും സ്റ്റീഫൻ ഹോക്കിങ്ങും സംസാരിക്കുന്നത്. അപ്പൊ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. Cambridge was my metaphor for England, and it was strange that when I left it had become altogether something else because I had met Stephen Hawking there. അപ്പൊ കേംബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ ഒരു ഒരു മെറ്റഫർ ആണ്. ഇംഗ്ലണ്ടിന്റെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥലമാണ് കേംബ്രിഡ്ജ്. അതായത് ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ് കേംബ്രിഡ്ജ്. അപ്പോ ഇത്തവണ നമ്മുടെ ആർക്കാണ്? കങ്കയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയി മാറി കേംബ്രിഡ്ജ്. കാരണം അദ്ദേഹം അവിടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കണ്ടു. അപ്പോ അവിടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കണ്ടതിനാണ് മോർ ഇമ്പോർട്ടൻസ് ഈ പ്രാവശ്യം. It was on a walking tour through Cambridge that the guide mentioned Stephen Hawking. Poor man, who is quite disabled now. അപ്പോ കേംബ്രിഡ്ജിലൂടെ നമ്മുടെ ഫിർദൌസ് കങ്ക നടക്കുമ്പോൾ അവിടുത്തെ ഗൈഡ് കങ്കയോട് പറയാണ്, സ്റ്റീഫൻ ഹോക്കിംഗ് ഉണ്ട് ഇവിടെ, അദ്ദേഹം വളരെ കഷ്ടത്തിലാണ്, അപ്പോൾ ഡിസേബിൾഡ് ആയി, ഒട്ടും നടക്കാനും പറ്റാത്ത അവസ്ഥ, നടക്കാനല്ലേലും പറ്റില്ല, ഒട്ടും പറ്റില്ലാത്തൊരു അവസ്ഥയിലാണ്. Though he is a worthy successor to Isaac Newton, whose chair he has at the university. തീർച്ചയായിട്ടും ഐസക് ന്യൂട്ടന്റെ ഫോളോവർ ആണ്, സക്സസർ ആണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു ചെയർ യൂണിവേഴ്സിറ്റിയിലുണ്ട്. And I started because I had quite forgotten that this most brilliant and completely paralyzed astrophysics. അപ്പൊ ഞാൻ ആ ഒരു കാര്യം മറന്നുപോയിരുന്നു, ഇദ്ദേഹത്തിന്റെ കാര്യം. അദ്ദേഹം ഒരു
കംപ്ലീറ്റ്ലി പാരലൈസ് ചെയ്ത തളർവാദം പിടിച്ച ഒരു ആസ്ട്രോഫിസിസിസ്റ്റ് ആണ്. അതായത് സ്റ്റാർസ് പ്ലാനറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രത്തിനാണ് ആസ്ട്രോഫിസിസിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ അദ്ദേഹം ആരാണ്? The author of a brief history of time, one of the biggest sellers ever lived here. അപ്പോൾ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ഏറ്റവും ഫേമസ് ആയിട്ട് വിറ്റുപോയ ബുക്കായ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിന്റെ ഓതർ കൂടിയാണ്. അപ്പൊ ഇത്രയും ഡിസേബിൾഡ് ആയ ഒരു പേഴ്സൺ ആണ് ഇത്രയും ബെസ്റ്റ് സെല്ലർ ആയ ഒരു ബുക്കിന്റെ ഓണർ. When the walking tour was done, I rushed to a phone booth and almost tearing the cord so it could reach me outside. അപ്പോ അദ്ദേഹത്തിന്റെ ആ വാക്കിംഗ് ടൂർ ഓൺ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഒക്കെ കഴിഞ്ഞപ്പോ ഫോൺ ബൂത്തിലേക്ക് ഇദ്ദേഹം പെട്ടെന്ന് തന്നെ മൂവ് ചെയ്തു. എന്തിനാണ്? ആ ഫോണിന്റെ കോഡ് വലിച്ചെടുത്ത് പുറത്തോട്ട് എടുത്തു. അതായത് ബൂത്തിന്റെ പുറത്തോട്ട് എടുത്തു. എന്തിനാണ്? സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. വീടെന്ന് വെച്ചാൽ കേംബ്രിഡ്ജിലെ റൂം. There was his assistant on the line and told him I had come in wheelchair from India. അപ്പോ അവിടെ അസിസ്റ്റന്റ് ആണ് ഫോൺ എടുത്തത് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ. പറഞ്ഞു ഞാൻ വീൽ ചെയറിൽ ഇന്ത്യയിൽ നിന്ന് വന്നാണ്. എന്തിനാണ് വീൽ ചെയറിൽ എന്നൊക്കെ പറഞ്ഞത്? ഇച്ചിരി ഒന്ന് ഒരു ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ? ടു റൈറ്റ് അബൌട്ട് മൈ ട്രാവൽസ് ഇൻ ബ്രിട്ടൻ. എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ഫിർദൌസ് കങ്ക ബ്രിട്ടനിലെ യാത്രകളെ കുറിച്ച് എഴുതാൻ. അദ്ദേഹം റൈറ്റർ ആണല്ലോ. I had to see Professor Hawking. Even 10 minutes would do. എനിക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കാണണം. 10 മിനിറ്റ് ആയാലും മതി. Half an hour, he said. Half an hour, okay. From 3:30 to 4. അദ്ദേഹം പറഞ്ഞു 3:34 to 4 half an hour തരാം എന്ന് ആര് പറഞ്ഞു? അസിസ്റ്റന്റ് പറഞ്ഞു. And suddenly I felt weak all over. അപ്പത്തേക്ക് ഈ ഫിർദൌസ് കങ്കയാണ് ഇത് എഴുതുന്നത്. ആകെ ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യാണ്. Growing up disabled, you get fed up with people asking you to be brave, as if you have a courage account on which you are too lazy to draw a check. അപ്പൊ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പം എന്താണ്? ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ അങ്ങ് ഫെഡപ്പ് ആയിട്ട് ജീവിക്കുമായിരിക്കും. അപ്പോഴാണ് മറ്റുള്ള ആളുകൾ പറയണേ ബി ബ്രേവ്, നിങ്ങൾ ഭയങ്കര ബ്രേവ് ആവ്, നിങ്ങൾ എന്തും ചെയ്യ, കറേജിയസ് ആവ്. സത്യത്തില് ഈ ഡിസേബിൾഡ് ആയുള്ള ആൾക്കാർക്ക് ഒരു ചെക്ക് പോലും ഒപ്പിടാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ആളുകൾ വന്ന് ഭയങ്കര ഇൻസ്പിറേഷൻ തരും. The only thing that makes you stronger is seeing somebody like you. അപ്പൊ നമുക്ക് ഒരു ഡിസേബിൾഡ് പേഴ്സൺ ഒരു അല്പം ആശ്വാസം കിട്ടുന്നത് അതുപോലെ ഡിസേബിൾഡ് പേഴ്സണെ കാണുമ്പോഴായിരിക്കും. അച്ചീവിങ് സംതിങ് ഹ്യൂജ്. അപ്പൊ ആ പേഴ്സൺ നല്ല എന്തെങ്കിലും ഹ്യൂജ് ആയിട്ട് എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്തിട്ട് ഒരു ഇൻസ്പിറേഷൻ വരും. ഇത്രയും ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇത്രയും അച്ചീവ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഹാപ്പിനെസ് വരും. Then you know how much is possible and you reach out further than you ever thought you could. Then അവരെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തോരം ഒക്കെ പറ്റും, എന്തോരം ഒക്കെ സക്സസ്ഫുൾ ആവാൻ ലൈഫിൽ പറ്റുമെന്ന്. I haven't been brave, said his disembodied computer voice. The next afternoon, I have had no choice. അപ്പോ I haven't been brave. ഡിസംബഡീഡ് കമ്പ്യൂട്ടർ വോയിസ് മീൻസ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വോയിസ് കമ്പ്യൂട്ടർ വോയിസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഐ ഹാവ് ഹാഡ് നോ ചോയ്സ്. എനിക്ക് വേറെ ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് വേറെ ഒരു ചോയ്സിലേക്ക് സ്റ്റീഫൻ ഹോക്കിങ് കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ കങ്കയുടെ കൂടെ. അപ്പൊ സ്റ്റീഫൻ ഹോക്കിങ് പറയാണ് ഞാൻ സെലക്ട് ചെയ്തത് ഇത് എന്തുകൊണ്ടാണ്? എനിക്ക് വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല, ഫിസിക്കലി പറ്റുന്ന ഒരു ജോലിക്ക് പറ്റില്ല. എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ എക്സ്പെരിമെന്റ്സ്, സയന്റിഫിക് ജേർണൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടർ വോയിസിന്റെ സഹായത്തോടെ ചെയ്യാനേ പറ്റുമായിരുന്നുള്ളൂ. Surely, I wanted to say, living creatively with the reality of his disintegrating body was a choice. അപ്പൊ എന്താണ് ഈ ഒരു ഇന്റഗ്രേറ്റിംഗ് ബോഡി എന്ന് വെച്ചാൽ തകർന്നടിഞ്ഞ ഈ ഒരു ബോഡി, അത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും ഇമാജിൻ ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കാം. അതല്ലാതെ വേറെ ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാൻ പറ്റുമോ? ഇല്ല. ഒരു ഡോക്ടർ ആവാൻ പറ്റുമോ? ഒരു സർജനൊക്കെ ആവാൻ പറ്റുമോ ഈ ഒരു ബോഡി വെച്ചിട്ട്? ഇല്ല. ആ ഉള്ള ബോഡി വെച്ചിട്ട് ചെയ്യാവുന്നത് മാക്സിമം ക്രിയേറ്റിവിറ്റി ആണ്. അതാണ് ചെയ്തത്. ബട്ട് ഐ കെപ്റ്റ് ക്വൈറ്റ് ബിക്കോസ് ഐ ഫെൽറ്റ് ഗിൽറ്റി എവറി ടൈം ഐ സ്പോക്ക് ടു ഹിം, ഫോഴ്സിങ് ഹിം ടു റെസ്പോണ്ട്. അപ്പോ സ്റ്റീഫൻ ഹോക്കിങ് ഇത് പറയാണ്, ഐ ഹാവ് ഹാഡ് നോ ചോയ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫിർദൌസ് കങ്ക മിണ്ടാതിരുന്നു. കാരണം ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു നമ്മുടെ ഫിർദൌസ് കങ്കയ്ക്ക്. കാരണം എന്താ, അത്ര ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യിക്കണം, ടാപ്പ് ചെയ്തിട്ട് വേണമല്ലോ.
അപ്പൊ അതുകൊണ്ട് വിഷമിച്ചാണ് ഇരുന്നത്. There he was tapping at the little switch in his hand, trying to find the words on his computer with the only bit of movement left to him. ഇപ്പൊ ഫിർദോസ് കങ്ക നോക്കുമ്പം നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ചെറിയൊരു അനക്കം മാത്രമേ ആ കൈയുടെ ഭാഗത്തുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് വേർഡ്സ് ഒക്കെ സെർച്ച് ചെയ്ത് ടോക്ക് ചെയ്യാണ് ഫിർദോസ് കങ്കയുടെ അടുത്ത്. അപ്പൊ അത് കണ്ടപ്പോ വളരെ ഒരു വിഷമം തോന്നി. Every so often his eyes would shut in frustrated exhaustion. ആ ഒരു ക്ഷീണം കൊണ്ട് എല്ലാ മിനിറ്റിലും കണ്ണ് ഇങ്ങനെ അടഞ്ഞടഞ്ഞടഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് സിറ്റിംഗ് ഓപ്പോസിറ്റ് ഹിം ഐ കുഡ് ഫീൽ ഹിസ് ആംഗ്വിഷ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ ഫിർദോസ് കങ്ക പറയാണ്, എനിക്ക് മനസ്സിലാവും ആ ഒരു വിഷമം, പെയിൻ. ദ മൈൻഡ് ബോയൻഡ് വിത്ത് തോട്ട്സ്. അതായത് എന്തൊക്കെയാണ് മനസ്സിൽക്കടെ വരുന്നത്, എന്തൊക്കെ വൈബ്രന്റ് ആയിട്ടുള്ള തോട്ട്സ് ആണ് വരുന്നതെന്ന്. ഔട്ട് ഇൻ എ ഫ്രോസൺ ഫ്രേസസ് ആൻഡ് സെന്റൻസസ് സ്റ്റിഫ് ആസ് കോപ്സസ്. അപ്പോ എന്താണ്, ഫ്രോസൺ ആയിട്ടുള്ള സെന്റൻസസും ഫ്രേസസ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിലൂടെ പുറത്തേട്ട് വരുന്നത്. A lot of people seem to think that disabled people are chronically unhappy. I said, I know that's not true myself. Are you often laughing inside? So, കുറെ ആളുകൾ പറയും ഡിസേബിൾഡ് പീപ്പിൾ ഭയങ്കര ക്രോണിക്കലി അൺഹാപ്പി ആയിരിക്കുമെന്ന്. I said, I know that's not true. അങ്ങനെയല്ല. Are you often laughing inside? താങ്കൾ താങ്കളുടെ മനസ്സിൽ എപ്പോഴും സന്തോഷിക്കാറും ചിരിക്കാറൊക്കെ ഉണ്ടോ? About 3 minutes later, 3 മിനിറ്റ് എടുത്തു റെസ്പോണ്ട് ചെയ്യാൻ. I find it amusing when people patronize me. ഞാൻ ആളുകൾ എന്നെ ഇങ്ങനെ ആരാധിക്കുന്ന കാണുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് എന്താണ് സർപ്രൈസ്ഡ് ആവാറുണ്ട്. And do you find it annoying when someone like me comes and disturbs you in your work? അപ്പൊ ഫിർദോസ് കങ്ക ചോദിക്കാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടാവാറുണ്ട് എന്നെ പോലെയുള്ള ആളുകള് ഇവിടെ വന്ന് ഡിസ്റ്റർബ് ചെയ്ത് നിങ്ങളെ പോലെയുള്ളവരോട് ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോ? ദ ആൻസർ ഫ്ലാഷ്, യെസ് ഉണ്ട്. നുണയൊന്നും പറഞ്ഞില്ല, ഉണ്ടെന്ന് പറഞ്ഞു. Then he smiled his one way smile and I knew without being sentimental or silly that I was looking at one of the most beautiful man in this world. അദ്ദേഹം സെന്റിമെന്റൽ ആയില്ല, സില്ലി ആയിട്ട് കാര്യം പറഞ്ഞു. അദ്ദേഹം സ്മൈൽ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ നോക്കിയപ്പോ നമ്മുടെ ഫിർദൌസ് കങ്കയ്ക്ക് തോന്നി ഇദ്ദേഹമാണ് ഈ ലോകത്തിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മനുഷ്യൻ എന്ന് തോന്നി. എ ഫസ്റ്റ് ഗ്ലിംസ് ഓഫ് ഹിം ഇസ് ഷോക്കിംഗ്. ആദ്യം കണ്ടപ്പോ ആദ്യത്തെ നോട്ടം ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം എന്നാ, ഹീസ് ലൈക്ക് എ സ്റ്റിൽ ഫോട്ടോഗ്രാഫ്. ഒരു ഫോട്ടോ പോലെ ഇങ്ങനെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. ആസ് ഇഫ് ഓൾ ദോസ് പിക്ചേഴ്സ് ഓഫ് ഹിം ഇൻ മാഗസീൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഹാവ് ടേൺ 3-dimensional. മാഗസീനിലും ന്യൂസ് പേപ്പറിലുള്ളതൊക്കെ പിക്ചേഴ്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പിക്ചേഴ്സ് ആണ്, 3-dimensional ആയതുകൊണ്ട് തന്നെ. നേരെ കണ്ടപ്പോ സഹിക്കാൻ പറ്റില്ല, അതുപോലെ ഒരു ഫോട്ടോ പോലെ ഇരിക്കുന്നു. Then you see the head twisted sideways into a slump. പിന്നീട് കാണാം ഈ തല അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് ബേസിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അൺസ്റ്റഡി ആയിട്ട് മൂവ് ചെയ്യും. The torso shrunk inside the pale blue shirt. ആ ഷർട്ടിന്റെ അകത്ത് ഇങ്ങനെ തൂങ്ങി, തല ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്, ഇങ്ങനെ അകത്ത് ഷ്രങ്ക് ചെയ്ത് കിടക്കുകയാണ്. The wasted legs ഒക്കെയാണ് തളർന്നു കിടക്കുന്നു. You look at his eyes which can speak. അപ്പൊ കണ്ണുകളിലേക്ക് നോക്കിയാൽ നല്ല ബ്ലൂ കളർ, ഐ മീൻ കണ്ണുകൾ ഭയങ്കര ബ്രൈറ്റ് ആണ്. സ്റ്റിൽ ആൻഡ് ദേ ആർ സേയിങ് സംതിങ് ഹ്യൂജ് ആൻഡ് അർജന്റ്. ആ കണ്ണുകളിൽ എന്തൊക്കെയോ പറയാനുള്ളൊരു ആഗ്രഹമുണ്ട്. ഇറ്റ് ഈസ് ഹാർഡ് ടു ടെൽ വാട്ട്, എന്താ പറയണേന്ന് അറിയത്തില്ല, പക്ഷെ കണ്ണുകൾക്ക് ഭയങ്കര പറയാനുള്ളൊരു ആഗ്രഹം. ബട്ട് യു ആർ ഷേക്കഡ് ബിക്കോസ് യു ഹാവ് സീൻ സംതിങ് യു നെവർ തോട്ട് വുഡ് ബി സീൻ. പക്ഷെ നമ്മുടെ മനസ്സ് എപ്പോഴും ഭയങ്കര ഇളകിയിരിക്കും. കാരണം ഇത്രയും കഷ്ടപ്പെട്ട ഫിസിക്കലി അൺഫിറ്റ് ആയ ഒരു മനുഷ്യനെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല, ഏത് ഡിസേബിൾഡ് ആയ കങ്ക പോലും. ബിഫോർ യു ലൈക്ക് എ ലാൻഡേൺ whose walls are worn so thin you glimpse only the light inside is the incandescence of man. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആട്ടോ. ബിഫോർ യു ലൈക്ക് എ ലാൻഡേൺ. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു ലാൻഡേൺ ആണ്, ഒരു റാന്തൽ വിളക്കാണ്. അപ്പൊ ഒരു ലാൻഡൽ വിളക്ക് പോലെ പ്രകാശം ചൊരിയുന്ന ഒരു വിളക്ക് പോലെയാണ് ആരിയിരിക്കുന്നത്, നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ഇരിക്കുന്നത്. അതിന്റെ വോൾസ് എല്ലാം, അതായത് ബോഡി എന്നാണ് വോൾസിന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വോളെല്ലാം വോണാണ്, നശിച്ചു പോയതാണ്, വളരെ തിന്നാണ്, കനമില്ലാത്ത, ഒട്ടും ശക്തി ഇല്ലാത്തതാണ്. അതായത് ഈ വോൾസ് എന്ന് ഉദ്ദേശിക്കുന്ന ബോഡിക്ക് തീരെ എന്താണ് ശക്തിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. യു ഗ്ലിംസ് ഓൺലി ദ ലൈറ്റ് ഇൻസൈഡ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താണ്, ലൈറ്റ് ഉണ്ട്, ഒരു പ്രകാശമുണ്ട്, ജ്ഞാനത്തിന്റെ പ്രകാശം എന്നൊക്കെ പറയില്ലേ.
ഈസ് ദ ഇൻകാഡസൻസ് ഓഫ് മാൻ. അത് ആ മനുഷ്യന്റെ ഇന്നർ ഗ്ലോ ഓർ ലൈറ്റ്, അത് മാത്രമാണ് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് കേട്ടോ. ദ ബോഡി ഓൾമോസ്റ്റ് ഇറലവന്റ്. ഒറിജിനൽ ബോഡി ഉണ്ടല്ലോ, അത് വെറും ഉപയോഗശൂന്യമായ, ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് ഒരു കാര്യമാണ്. അതുകൊണ്ട് യാതൊരു ഉപകാരം ഇല്ല. എക്സിസ്റ്റ് ഒൺലി ലൈക്ക് എ കേസ് മെയ്ഡ് ഓഫ് ഷാഡോസ്. ഒരു ഷാഡോസ് കൊണ്ടുണ്ടാക്കിയ ഒരു ബോർഡ് പോലെയേ ഉള്ളൂ. സോ ദാറ്റ് ഐ, no believer in eternal souls, know that this is what each of us is. Everything else and accessory. അപ്പൊ നമ്മുടെ മനസ്സിൽ വേണ്ടത് എറ്റേണൽ സോൾ ആണ്. ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. അതൊക്കെ ജസ്റ്റ് ഒരു ജുവല്ലറി പോലെ, ആക്സസറി പോലെ മാത്രമേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇന്നർ സോറോ, ഇന്നർ ഗ്ലോ ആണ്. സോറോ അല്ല, ഇന്നർ ഗ്ലോ ആൻഡ് ലൈറ്റ് ആണ്. What do you think is the best thing about being disabled? I have asked him earlier. അപ്പോ പിന്നീട് കങ്ക ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഡിസേബിൾഡ് ആയത് കൊണ്ട് എന്താണ് ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന്? ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനിത്തിങ് ഗുഡ് അബൌട്ട് ബീങ് ഡിസേബിൾഡ്. ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആയിന്ന് വെച്ചു എന്തെങ്കിലും ഗുഡ് ആയിട്ട് ഒന്നുമില്ല, അല്ലെ? ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. ഐ തിങ്ക് ഐ സെഡ് യു ഡു ഡിസ്കവർ ഹൗ മച്ച് കൈൻഡ്നെസ് ദർ ഇസ് ഇൻ ദ വേൾഡ്. നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവും, ഈ ലോകത്ത് എന്തോരം കാരുണ്യമുണ്ട് എന്ന് മനസ്സിലാവും. യെസ്, ഹി സെഡ്. അപ്പൊ പറഞ്ഞു, ഇത് ഫിർദോസ് കങ്കിയ പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞു, യെസ്, ഇറ്റ് വാസ് എ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഹിസ് വോയിസ് സിന്തസൈസർ ദാറ്റ് ഇറ്റ് കുഡ് കൺവേ നോ റിഫ്ലക്ഷൻ. അപ്പൊ ഇത് പറഞ്ഞത് ഫിർദോസ് കങ്കിയാണ്. അപ്പൊ ഇദ്ദേഹം റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ ഒരു ഇൻഫ്ലക്ഷൻ വന്ന പോലെ. നോ ഷെയ്ഡ്സ് ഓഫ് ടോൺ ആൻഡ് ഐ കുഡ് നോട്ട് ടെൽ ഹൗ enthusiastically he agreed with me. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്, കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ റെസ്പോൺസ് ഒന്നും വന്നില്ല. Every time I shifted in my chair or turned my wrist to watch the time, I wanted to make every one of our 30 minutes count. അപ്പൊ ഞാൻ ചെയറിൽ നിന്ന് ഷിഫ്റ്റഡ് ഇൻ മൈ ചെയർ ഓർ ട്വിസ്റ്റഡ്, അപ്പൊ ഫിർദോസ്കൊക്കെ ചെയറിൽ നിന്ന് പയ്യെ ചേഞ്ച് ചെയ്യുമ്പോഴും ട്വിസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ വിചാരിക്കും ഓരോ മിനിറ്റ് യൂസ്ഫുൾ ആണ്, ഈ ഹാഫ് ആൻ അവർ മാക്സിമം എന്താണ് യൂസ്ഫുൾ ആക്കണം. ഐ ഫെൽറ്റ് എ ഹ്യൂജ് റിലീഫ് ആൻഡ് എക്സലറേഷൻ ഇൻ ദ പോസിബിലിറ്റീസ് ഓഫ് മൈ ബോഡി. അപ്പൊ ഇത് കണ്ടപ്പോ നമ്മുടെ ഫിർദോസ് കങ്ക പറയാണ്, എനിക്കിത് കണ്ടപ്പോ എന്റെ ബോഡിയിലെയും എന്റെ ഡിസബിലിറ്റീസും ഒക്കെ ഒന്നുമല്ല, അത് കണ്ടപ്പോ എന്റെ ബുദ്ധിമുട്ട് കൂടുതലല്ലല്ലോ എന്ന് കരുതിയപ്പോ എനിക്കൊരു ഹ്യൂജ് റിലീഫും ഒരു സമാധാനവും ഒക്കെ തോന്നി. എന്റെ ബോഡീനെ കുറിച്ച് ഒരു അഭിമാനം തോന്നി. ഹൗ ലിറ്റിൽ ഇറ്റ് മാറ്റേർഡ് ദെൻ ദാറ്റ് ഐ വുഡ് നെവർ വാക്ക് ഓർ ഈവൻ സ്റ്റാൻഡ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തൊക്കെ ചെറിയ കാര്യമാണെങ്കിലും ഒന്ന് നിൽക്കുകയോ നടക്കുക ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയെ കുറിച്ച്. I told him how he had been an inspiration beyond glitch for me and surely for others. Did that thought help him? Glitch means phrase or idea used so often that it loses its meaning. അപ്പൊ അദ്ദേഹം എന്താണ് ഒരു എന്താണ് എല്ലാവർക്കും വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. അത് വാക്കുകൾ കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. No, he said, and I thought how foolish I was to ask. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാണ്, ആ ഒരു ചിന്ത, അതായത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ കഴിവുണ്ടെന്നുള്ള ചിന്ത, അത് ഹെൽപ്പ് ചെയ്യാറുണ്ടോ എന്ന്. When your body is in a claustrophobic room and the walls are growing narrower day by day, it doesn't do much good to know that there are people outside smiling with admiration to see you breathing still. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ഒന്നുമല്ല മറ്റുള്ളവര് എന്നെ ആരാധിക്കുന്നതിൽ. കാരണം എന്താണ്, എന്റെ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ ഇങ്ങനെ സഫോക്കേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്നെ ആരാധിക്കുന്ന കുറെ മനുഷ്യര് പുറത്തുണ്ട് എന്നറിയുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല എന്ന് മറ്റുള്ളവർക്ക് സമാധാനം ഉള്ളത് കൊണ്ടും എനിക്ക് എന്താ ഗുണം? ഞാൻ അതിൻ്റെ അകത്തൊട്ടും സന്തോഷവാനോ അതിനെക്കുറിച്ച് ബോധേടോ അല്ല. ഇതാണ് പറയണേ, ഇറ്റ് ഡസന്റ് ഡു മച്ച് ഗുഡ് ടു നോ ദാറ്റ്. അദ്ദേഹത്തിന് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല, അദ്ദേഹം അത് എൻജോയ് ചെയ്യുന്നില്ല. ഈസ് ദർ എനി അഡ്വൈസ് യു ക്യാൻ ഗിവ് ഡിസേബിൾഡ് പീപ്പിൾ, സംതിങ് ദാറ്റ് മൈറ്റ് ഹെൽപ്പ് മേക്ക് ലൈഫ് ബെറ്റർ? അപ്പൊ കങ്കയുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഡിസേബിൾഡ് പീപ്പിളിന് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ അവരുടെ ജീവിതത്തിലെ ലൈഫിൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ എന്താ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിന്റെ ആൻസർ? They should concentrate on what they are good at. I think things like the disabled Olympics are a waste of time. അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക്
അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് എന്താണോ ഇഷ്ടം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ചില ആളുകൾ അത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു വിടും, അതിനൊന്നും പോവരുത്. പിന്നെ ഡിസേബിൾഡ് ഒളിമ്പിക്സ് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്, നടക്കാൻ പോലും പറ്റാത്തവർ ഓടിക്കുന്നതൊക്കെ, അതൊക്കെ വേസ്റ്റ് ആണെന്നാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത് ഈ ഇന്റർവ്യൂവിൽ. I know what you mean. I remembered the years I had spent trying to play a Spanish guitar considerably larger than I was. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താണ് ഒരു എക്സാമ്പിൾ പറയണം, ആരുടെ, ഫിർദൌസ് കങ്കയുടെ ലൈഫിൽ. അദ്ദേഹം ഡിസേബിൾഡ് ആയിരുന്നല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ചെറുപ്പത്തില് സ്പാനിഷ് ഗിത്താർ പഠിക്കാൻ വേണ്ടി വിട്ടു. അപ്പൊ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഈ ഡിസേബിൾഡ് ആണല്ലോ എന്ന് കരുതിയാണ് വിട്ടത്. അദ്ദേഹം അത്രയ്ക്ക് സഹിക്കാൻ വയ്യാതെ വന്നപ്പോ അതിന്റെ കമ്പികളൊക്കെ ഉണ്ടല്ലോ, അത് പൊട്ടിച്ച് ഒരു ദിവസം രക്ഷപ്പെട്ടു. The half hour was up. I think I have annoyed you enough. അപ്പൊ ഹാഫ് ആൻ അവർ കഴിഞ്ഞു. അപ്പൊ കങ്ക പറയാണ്, ഞാൻ നിങ്ങൾ ഒത്തിരി അനോയ് ചെയ്തു, ഡിസ്റ്റർബ് ചെയ്തു. I said grinning. Thank you for I said. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ബഹുമാനത്തോടെ പറയാണ്, താങ്ക് യു ഫോർ ഗിവിംഗ് മീ എ ചാൻസ് ടു ആസ്ക്. സ്റ്റേ, ഐ വെയിറ്റഡ്. അപ്പൊ കൈകൊണ്ട് ഫിംഗറിൽ വന്നു സ്റ്റേ. അപ്പൊ അങ്ങനെ ഫിർദൌസ് കങ്ക വെയിറ്റ് ചെയ്യാണ്. ഹാവ് സം ടീ, ഐ കൻ ഷോ യു ദ ഗാർഡൻ. അപ്പൊ അദ്ദേഹം പറയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്, സ്റ്റീഫൻ ഹോക്കിങ് പറയാണ് ഹാഫ് ആൻ അവർ വാസ് അപ്പ്, ഗാർഡനിലേക്ക് വരുമെന്ന്. ദ ഗാർഡൻ വാസ് ആസ് ബിഗ് ആസ് എ പാർക്ക്. അദ്ദേഹത്തിന്റെ ഗാർഡൻ ഒരു വലിയ പാർക്കിനേക്കാളും വലുതായിരുന്നു. ബട്ട് സ്റ്റീഫൻ ഹോക്കിംഗ് കവേർഡ് എവറി ഇഞ്ച്, റംബ്ലിംഗ് അലോങ് ഇൻ ഹിസ് മോട്ടറൈസ്ഡ് വീൽ ചെയർ while I dodged to keep out of the way. അപ്പൊ എന്താണ്, സ്റ്റീഫൻ ഹോക്കിംഗ് പാർക്കിലേട്ട് മോട്ടറൈസ്ഡ് വീൽ ചെയറിൽ വന്നു. We couldn't talk very much. The sun made him silent. ഒത്തിരി സംസാരിക്കാനൊന്നും പറ്റിയില്ല, ഭയങ്കര സൺലൈറ്റ് ആയിരുന്നു, ഇത്തിരി ഹോട്ട് ആയിരുന്നു. The letters on his screen disappearing in the glare. അദ്ദേഹം എന്തൊക്കെയോ ലെറ്റർ അടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ സൺലൈറ്റ് കാരണം കമ്പ്യൂട്ടറിലെ സ്ക്രീനിൽ അത് കാണാൻ പറ്റിയില്ല. ഇതാണ് കേട്ടോ ഫിർദൌസ് കങ്ക. An hour later, we were ready to leave. ഒരു മണിക്കൂറിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പോരാൻ വേണ്ടി റെഡിയായി. അദ്ദേഹം റൂമിലേട്ടും പോകും, ഇദ്ദേഹത്തിന്റെ പ്ലേസിലേക്ക് പോകും. I didn't know what to do. എനിക്കറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. I could not kiss him or cry. അദ്ദേഹത്തിന് ഒരു കിസ് കൊടുക്കാനോ കരയാനോ ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. I touched his shoulder and wheeled out into the summer evening. ഞാൻ അദ്ദേഹത്തിന്റെ ഷോൾഡർ ടച്ച് ചെയ്തു. എന്നിട്ട് ആ സമ്മർ ഈവനിങ്ങില് പയ്യ വീൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീൽ ചെയറിലാണല്ലോ കങ്ക, ആ വീൽ ചെയർ മൂവ് ചെയ്തുകൊണ്ട് പോയി. I looked back and I knew he was waving. ഞാൻ പുറകോട്ട് നോക്കിയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം വേവ് ചെയ്യാന്ന്. കൈ വേവ് ചെയ്യാൻ പറ്റത്തില്ല, കൈ പൊക്കാൻ പറ്റത്തില്ലാത്ത കാരണം മനസ്സുകൊണ്ട് കൈ വേവ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. Though he wasn't watching him, an embodiment of my bravest self. അദ്ദേഹത്തെ നോക്കിയപ്പോ എനിക്ക് തോന്നിയത് ഒരു പ്രതിഷ്ഠയാണ്, എംബോഡിമെന്റ് ഓഫ് ബ്രേവസ്റ്റ് സെൽഫ്, കറേജിന്റെ, മനസ്സിന്റെ ഒരു കട്ടിയുടെ ഒരു പ്രതിമയാണ് അദ്ദേഹം. The one I was moving forward, the one I had believed in for so many years. വർഷങ്ങളായി ഞാൻ അദ്ദേഹത്തിനെ കാണാൻ കൊതിച്ചിരുന്നു, അദ്ദേഹത്തെ ബിലീവ് ചെയ്തിരുന്നു. Alone, I knew that my journey was over for now. അപ്പൊ അതൊരു വളരെ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ ജേർണി ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തേക്ക്. അതായത് അന്നത്തെ ദിവസം ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. അദ്ദേഹത്തിന് വർഷങ്ങളോളം ആരാധന ഉണ്ടായിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അദ്ദേഹത്തിന് കാണാനും സംസാരിക്കാനും ഇത്രയും നല്ല രീതിയിൽ ഇമോഷണലി വാർമപ്പ് ചെയ്ത് രണ്ടുപേർക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ അദ്ദേഹം വളരെ സന്തോഷവാനാണ് അറ്റ് പ്രസന്റ്. അപ്പൊ ലെസൺ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാ ലെസൺസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, എല്ലാവരും അത് കാണണം. ഓക്കെ, സോ ഫിർദൌസ് കങ്കയാണ് ഇത് എഴുതിയത് ഫ്രം ഹെവൻ ഓൺ വീൽസ്. അദ്ദേഹത്തിന്റെ ബുക്കായ ഹെവൻ ഓൺ വീൽസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എ വിസിറ്റ് ടു കേംബ്രിഡ്ജ്. ഓക്കെ, അപ്പൊ അടുത്ത ലെസണുമായിട്ട് കാണാം. ബൈ.